നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ ബോധമുള്ളവരും ഉറ്റുനോക്കുന്നത്. കോൺഗ്രസിന്റെ തമ്മിൽ തല്ല് നടക്കുന്നതിനിടയിൽ ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PV അൻവർ രാജിവെച്ച സ്ഥാനത്തേക്കാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതി എന്ന നിലപാടിലായിരുന്നു ഇതുവരെയും ഇടതുപക്ഷം നിലനിന്നത്. എന്നാൽ കോൺഗ്രസിന്റെ തമ്മിൽ അവസാനിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന ലക്ഷണത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ PV അൻവർ വലതുപക്ഷത്തേക്ക് ചാഞ്ഞു. അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് വിജയിപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിലും PV അൻവർ വിഷപ്പല്ലുള്ള പാമ്പാണെന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് ഏതാണ്ട് ഉറപ്പായി. പതിയിരുന്ന തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്ന സമയത്ത് തന്നെ അൻവറിന്റെ കളികൾ ആരംഭിച്ചു. തനിക്ക് സ്വീകാര്യനായ ജോയിയെ വലതുപക്ഷ സ്ഥാനാർത്ഥിയായി നിർത്തണമെന്നത് ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുൻപ് തന്റെ തൃണമൂൽ കോൺഗ്രസിനെ പാർട്ടിയിലേക്ക് ലയിപ്പിക്കണമെന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ വിലപേശലാണ് അൻവർ നടത്തിയത്. ഇതിനെതിരെ കോൺഗ്രസ് നേതൃത്വം തന്നെ ഒടുവിൽ രംഗത്ത് വന്നു. അൻവറിനെ മാത്രമാണെങ്കിൽ മുന്നണിയിലേക്ക് പ്രവേശിക്കാമെന്നും പാർട്ടിയെ കൂടെ കൂട്ടാൻ കഴിയില്ല എന്നും കോൺഗ്രസ് പറഞ്ഞതിനൊപ്പം അൻവർ അല്ല UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതെന്ന ശക്തമായ നിലപാടുമായി ലീഗ് നേതൃത്വവും മുന്നോട്ട് വന്നു. ഒരു തരത്തിലും അൻവറിനെ കൊള്ളേണ്ട കാര്യമില്ല എന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നിൽക്കുന്നത്. ഈ സമയത്ത് കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുകയാണ് ഇടതുപക്ഷം. നിലമ്പൂരിലെ ഇടതുപക്ഷത്തിന് ശക്തനായ സാരഥിയായി മുന്നോട്ട് വരുന്നത് DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ അഭ്യൂഹങ്ങളെയും അട്ടപടലം തകർത്തുകൊണ്ടാണ് LDFന്റെ കരുത്തനായ സാരഥി തന്നെ നിലമ്പൂരിനെ നയിക്കാൻ മുന്നോട്ട് വരുന്നത്. ഏതു സ്ഥാനാർത്ഥി കോൺഗ്രസിൽ മത്സരിച്ചാലും നിലമ്പൂർ പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ചവരൊക്കെ ഇപ്പോൾ പേടിച്ച് മാളത്തിൽ ഒളിച്ച അവസ്ഥയിലാണ്. നിലമ്പൂരിൽ ഒരു BJP സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാമെന്നും രാജീവ് ചന്ദ്രശേഖരന്റെ കണക്കുകൂട്ടലുകൾ അതുകണ്ട് മനക്കോട്ട കെട്ടിയ ഷോൺ ജോർജും ശ്രമം ഉപേക്ഷിച്ച് പിൻവാങ്ങാനാണ് സാധ്യത. DYFI മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് ഷബീർ തന്നെയാണ് LDFന്റെ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കുമ്പോഴും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് നിലമ്പൂരിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് എങ്കിൽ ഷബീറിന്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കും. CPIMന്റെ നിലമ്പൂരിലെ മണ്ഡലം കമ്മിറ്റി യോഗത്തിലും അതിനുശേഷം CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടിയാലോചിച്ചും ഷബീറിന് തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് അടുക്കുകയായിരുന്നു. ഇടതുപക്ഷ സ്വതന്ത്രനെ നിർത്തുന്നു എന്നതായിരുന്നു ഇടതുപക്ഷം നിലമ്പൂരിൽ നേരിട്ട ഏറ്റവും വലിയ പരിഹാസം. അതിനുകൂടി ഷബീർ മത്സരിക്കുന്നതോടുകൂടി അവസാനമാവുകയാണ്. ഷബീർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിന്റെ ചിഹ്നത്തിൽ തന്നെയായിരിക്കും മത്സരിക്കുക. എന്നാൽ ഇതേ സമയം തന്നെ നിലമ്പൂരിൽ UDF പരീക്ഷിക്കുക ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ആണെങ്കിൽ പകരം LDFൽ ഷറോണ റോയിയെ മത്സരിപ്പിക്കാം എന്നൊരു സാധ്യതയും ഇടതുപക്ഷം കരുതി വെക്കുന്നുണ്ട്. മുൻപ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോൾ ആ വാർഡിൽ ഷറോണ റോയിക്ക് ലഭിച്ച ഭൂരിപക്ഷവും അതിനൊപ്പം തന്നെ ക്രിസ്തീയ സഭകളുമായി ഷറോണയ്ക്കുള്ള ബന്ധവും ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി ഷറോണയെ പരിഗണിക്കുന്ന കാര്യത്തിൽ മുഖവിലക്കെടുക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. എന്നാൽ സംസ്ഥാന നേതൃത്വം ഒരു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പോലും അത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മതിയെന്നുള്ള നിലപാടിലാണ് ഇടതുപക്ഷം. ഏറെക്കുറെ നിലമ്പൂരിലെ നിലവിലെ സാഹചര്യങ്ങളും UDFന്റെ തമ്മിൽ തല്ലും അൻവറിന്റെ ഇടയിലുമൊക്കെ പരിഗണിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ആരു തന്നെയായാലും അവിടം ഭരിക്കുമെന്ന കാര്യം ഉറപ്പിച്ചു തന്നെയാണ് CPIM മുന്നോട്ട് പോകുന്നത്. സ്വതന്ത്രനെ മത്സരിപ്പിച്ചാൽ പാർട്ടി വോട്ടുകളിൽ വിള്ളൽ വീഴാനുള്ള സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് സ്വതന്ത്രനാണെങ്കിലും പാർട്ടി ചിഹ്നത്തിൽ മതിയെന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നത്. തമ്മിൽ തല്ലുന്നവരൊക്കെ തല്ലി തീർക്കട്ടെ. ആ സമയം ഇടതുപക്ഷം നിലമ്പൂരിന്റെ ഭരണമുറപ്പിക്കുന്ന പടയൊരുക്കത്തിലാണ്.